ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണി ചേരുകയാണ്. ഉണ്ണി, അദ്ദേഹത്തിന്റെ മൃതദേഹം ദില്ലി എയിംസിൽ സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എപ്പോഴായിരിക്കും പൊതുദർശനം? അനുപ്രിയ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് മൃതദേഹം അനുപ്രിയ പറഞ്ഞ പോലെ തന്നെ എയിംസിൽ തന്നെ സൂക്ഷിക്കും. മറ്റന്നാളായിരിക്കും പൊതുദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റന്നാൾ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്ന വിവരം. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പങ്കുവഹിച്ച ഒരാൾ തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമുന്നതനായ ആയിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വലിയ രീതിയിൽ തന്നെ ഒരു വിടവായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും നിലനിൽക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും 72ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി തന്നെ ഡൽഹി എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 2015 അദ്ദേഹം പ്രകാശ് കാരാട്ടിൻ്റെ പിൻഗാമിയായിട്ട് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. 2018 നടന്ന ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ 2022 കണ്ണൂരിൽ നടന്ന, അതായത് കേരളത്തിൽ നടന്ന ആ പാർട്ടി കോൺഗ്രസിലും അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് അദ്ദേഹം വളരെ നിർണായകമായ രീതിയിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സംഭാവനകളെല്ലാം തന്നെ ഉണ്ടായെന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ ഒരു തുടർഭരണം ഉണ്ടായത് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിലടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയ ഒരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പാർട്ടികളിലെല്ലാം ഒപ്പം ചേർന്ന് തന്നെ സഖ്യകക്ഷിയായി തന്നെ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും വലിയ പങ്കുവഹിച്ച ഒരു നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. ആ രീതിയിൽ വലിയ ഒരു ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഒരു ചാണക്യ തന്ത്രജ്ഞൻ എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം UPA സർക്കാർ നമുക്ക് ഏറെ ശ്രദ്ധ നേടിയ ചില വിപ്ലവകരമായ നടപടികളെല്ലാം തന്നെ കൊണ്ടുവന്ന ഒരു സർക്കാരായിരുന്നു ഒന്നാം UPA സർക്കാർ. ആ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്നാം UPA സർക്കാരിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി. മറ്റ് നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള ഒരു വിമർശനാത്മക സമീപനം അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ച് കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അന്ധമായ കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾക്കും ഒരുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന് അന്ധമായ കോൺഗ്രസ് വിരോധമില്ലാത്തൊരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരിക്കലും മതേതര മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നൊരു ഘട്ടം ഉണ്ടായെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഈ മുൻ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ സഖ്യം കെട്ടിപ്പടുത്തുന്നുള്ള പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചൊരു നേതാവ് തന്നെയാണ് യെച്ചൂരി എന്നും നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായുണ്ട്. കൂടാതെ 1996 യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ്റിനായുള്ള പൊതു മിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കാൻ ഈ കോൺഗ്രസ് നേതാവായിരുന്ന പി ചിദംബരത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച നേതാവാണ് യെച്ചൂരി. കൂടാതെ 1996 ദേശീയ മുന്നണി സർക്കാരിൽ VP സിംഗിൻ്റെ പിൻഗാമിയായി ഈ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കത്തെ അദ്ദേഹം എതിർക്കുന്നൊരു ഘട്ടമുണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ട് സഖ്യങ്ങൾ, ഒന്നാം UPA സർക്കാർ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം, ഈ രണ്ട് സഖ്യത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തായാലും അടിയന്തരാവസ്ഥ കാലത്തിലടക്കം വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ പങ്കെടുത്ത് ജയിലിൽ കിടന്ന ഒരു നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി. JNU എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി മതനിരപേക്ഷതയുടെ കാവലാൾ എന്നാണ് ഇപ്പോൾ മുൻ മന്ത്രി AK ബാലൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഉണ്ണി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അന്ന് അദ്ദേഹം SFI കാരനായിരുന്നു. SFIയിലൂടെ ആയിരുന്നു സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. ഒരുപക്ഷെ ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിന്റെ വക്താവായപ്പോഴും ആ SFI കാരന്റെ തീ അണയാതെ അദ്ദേഹം നെഞ്ചിൽ സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മുന്നണി രാഷ്ട്രീയത്തിന്റെ വക്താവായിരിക്കുമ്പോഴും സമവായ ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെടുന്നു. എന്നാൽ അദ്ദേഹം നിലപാടുകളിലോ ഇടതുപക്ഷത്തിന്റെ നയങ്ങളിലോ അദ്ദേഹം അടിയറവ് പറയാൻ തയ്യാറായിട്ടില്ലല്ലേ ഒരിക്കലും?
അനുപ്രിയ, തീർച്ചയായും യെച്ചൂരിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 96-ൽ ഒരു യെച്ചൂരിയും പി ചിദംബരവും ചേർന്ന് ഒരു എസ് ജയ്പാൽ റെഡ്ഡിയും അടക്കമുള്ള ആളുകളെല്ലാം ചേർന്നിരുന്ന് ഒരു ഐക്യമുന്നണി സർക്കാരിൻ്റെ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി. അതിൽ 2004-ൽ UPA സർക്കാരിൻ്റെ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കാൻ യെച്ചൂരിയും ജയറാം രമേശും ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലടക്കം അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മുന്നണി രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു, അല്ലെങ്കിൽ ആ ചർച്ചകളെല്ലാം തന്നെ നിർണായകമായ സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ രീതിയിൽ ഒന്നാം UPA സർക്കാരിൻ്റെ ചില നയങ്ങളെല്ലാം തന്നെ രൂപപ്പെടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച നേതാവ് തന്നെയാണ് യെച്ചൂരി എന്ന് പറയുന്നത്. യെച്ചൂരിയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജ്യസഭയിലാണ് എത്തുന്നത് 2005-ൽ. അതിനുശേഷം അദ്ദേഹം ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള പദവികളെല്ലാം തന്നെ വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 32 വർഷം പോളിറ്റ് ബ്യൂറോ അംഗമായി നിന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ 3 ടൈമിലായി അദ്ദേഹം ഈ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ തലത്തിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധപ്പെടുന്ന നേതാവായി. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ അദ്ദേഹം 3 ടൈമിൽ തുടർന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആ രീതിയിൽ വളരെ സമ്മതിതനായ നേതാവ് തന്നെയാണ് യെച്ചൂരി. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു വിടവ് തന്നെ ഉണ്ടാവുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. കൂടാതെ തുടർ വിജയങ്ങളെല്ലാം തന്നെ നടന്നപ്പോൾ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വിജയങ്ങളും പരാജയങ്ങളും നേരിട്ടപ്പോൾ തന്നെ അതിനെല്ലാം തന്നെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വലിയ വിമർശനം, തുറന്ന വിമർശനങ്ങളെല്ലാം തന്നെ BJP സർക്കാരിനടക്കം അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ എല്ലാം തന്നെ വലിയ തുറന്ന വിമർശനം നടത്തിയ ഒരു നേതാവ് കൂടി തന്നെയാണ് യെച്ചൂരി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ അദ്ദേഹം നടത്തിയൊരു പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ നേരത്തെയൊക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫോട്ടോകളെല്ലാം തന്നെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നത് തന്നെയാണ്. ആ രീതിയിൽ അടിയന്തരാവസ്ഥ കാലത്തിലടക്കം മികച്ച രീതിയിൽ പോരാട്ടങ്ങളിൽ പങ്കുവഹിച്ച ഒരു നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന് 72-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, വിപ്ലവ നക്ഷത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തിരിച്ചു വരാം. ഇപ്പോൾ അനിവാര്യമായ ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയിലേക്ക്